ചില സിനിമകളില്ലേ നമ്മളെന്താ പറയാ, ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല, നമ്മൾക്ക് ഫീൽ ചെയ്യും. പിന്നെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെടും, നല്ല സിനിമയാണല്ലോ. പിന്നെ നമ്മളൊരു ലൈഫിൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഒരു പ്രത്യേക ഒരു എന്താ പറയുക, കരയാനൊക്കെ തോന്നിയിട്ട് നമുക്ക് പറ്റാത്തൊരവസരങ്ങളിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, കരച്ചിലും ഒരു വേറൊന്നും നമ്മൾ ആ സിനിമയെ കുറിച്ച് അറിയുമ്പോൾ എത്ര ബ്രില്യൻ്റ്ലി ആണ് ആ സിനിമ എഴുതിയുള്ളത്, ആ സിനിമയുടെ തിരക്കഥ, ആ സിനിമയുടെ ഡയറക്ഷൻ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു പോകില്ലേ. അങ്ങനെ ചില സിനിമകൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള സിനിമ കുറെ സിനിമകൾ, കുറെ അല്ല കുറെ കണ്ടിട്ടുള്ള സിനിമകളും സിനിമയും 94 അറിയുന്നു സുഹൃതം എന്നുള്ള സിനിമ. അന്നത് കാണുമ്പോ അത് എത്രയാ, ഞാൻ എത്ര ഞാൻ എത്ര 98 99 കാണുന്നത് ടി വിയിൽ വെച്ച്. അന്ന് കാണുമ്പോ അത് ഓക്കെ, അന്ന് അത്ര പ്രായമൊന്നുമില്ല, അത്ര മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല, അതൊക്കെ വലിയ സിനിമ എന്നുള്ള രീതിയിൽ അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 2007 8 കണ്ടപ്പോ ഓക്കെ, അടിപൊളി സിനിമയാണല്ലോ. ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോ ഇതൊക്കെ മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ ഉണ്ടായിരുന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ആയില്ല, അന്ന് അത്ര ഇല്ലാന്നൊക്കെ ചിന്തിച്ചുള്ള ഒരു സിനിമയാണ് സുഹൃതം. മമ്മൂട്ടിയാണ്, MT യുടെ തിരക്കഥയാണ്. പിന്നെ ശാന്തികൃഷ്ണൻ ഉണ്ട്, ഗൗതമി ഉണ്ട്, മനോജ് കജൻ ഉണ്ട്. പിന്നെ അതിപ്പോ അടുത്ത് ഒരു മാസം മുന്നേ, 2 മാസം മുന്നേ വെറുതെ ഇരുന്നു അങ്ങനെ ഒരു വേറൊരു ലൈഫിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയില്ല, ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല, എന്താണ് ഇനി ഇങ്ങനെ മുന്നോട്ട് എന്തായിരിക്കും ആ സമയത്ത് വെറുതെ ടിവിയില് വെറുതെ പണ്ട് വീട്ടിൽ വെച്ച് ടിവിയിൽ സിനിമ കണ്ടു. എന്താ പറയാ, അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. അതായത് കഥ ഞാൻ പറയുന്നില്ല, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഘട്ടത്തിൽ നിന്ന് ഒരാൾ തിരിച്ച് രക്ഷപ്പെട്ട് അതായത് തിരിച്ച് എല്ലാം കിട്ടിയെന്നുള്ള രീതിയിലേക്ക് എത്തുന്ന സമയത്ത് അയാൾ മനസ്സിലാക്കാണ് അയാള് ഏറ്റവും എന്താ പറയാ, അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും നഷ്ടപ്പെട്ടു. അയാൾ തിരിച്ചു വന്നാലും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതിലെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഒരു മസ്റ്റ് വാച്ച് ക്ലൈമാക്സ് ആണ്. അന്നൊന്നും കാണുമ്പോൾ നമുക്ക് അതൊരു മനസ്സിലായിണ്ടാവില്ല. പക്ഷെ എനിക്ക് എപ്പോഴും സമയം ഉണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടോക്കിയിട്ടുണ്ട്, ഒരിക്കലും നഷ്ടാവില്ല. അടിപൊളി പടം സുഹൃത്ത്. MT സാറിന്റെ തിരക്കഥ